നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 173-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, അതായത് എങ്ങനെയാണ് ഒരു സ്ത്രീയായാലും പുരുഷനായാലും വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് എന്ന് എല്ലാ മതങ്ങളും പിന്നെ ഫിലോസഫിയൊക്കെ എന്ത് പറയുന്നു എന്നുള്ളതിനെപ്പറ്റിയാണ് ഞാൻ ഇത് എല്ലാത്തിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. ഇത് 173-ാമത്തെ എപ്പിസോഡും കൂടാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി ഒരു റെസ്റ്റ് എടുക്കണമെന്നുമുണ്ട്. കാരണം മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ ഇതിൻ്റെ ഹെഡിങ് ഇതാണ്: ഹൗ ടു ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്. ഇതാണ് എൻ്റെ ടൈറ്റിൽ. ആദ്യമായിട്ട് ഹിന്ദു തത്വശാസ്ത്രം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നോക്കാം. മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം 4 കാര്യങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്നാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. അത് ഒന്നാമതായിട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ധർമ്മത്തിനെ അടിസ്ഥാനമാക്കി മാത്രമേ ചെയ്യാവൂ. പിന്നെ ഏറ്റവും അതിൻ്റെ അവസാനത്തെ 4-ാമത്തെ ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം മോക്ഷമാണെന്നാണ്. 2ഉം 3ഉം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ കാമം അല്ലെങ്കിൽ പിന്നെ അത്യാഗ്രഹമൊന്നും പാടില്ല, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദൈവവിശ്വാസത്തോടെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും ഈ നല്ല കർമ്മങ്ങൾ നമ്മുടെ പുനർജന്മ പിന്നെ ചക്രം ഉണ്ടല്ലോ, ജന്മ പുനർജന്മ ചക്രത്തെ അവസാനിപ്പിക്കുമെന്നാണ്, നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ജീവിച്ചാൽ. ഇനി പിന്നെ ഒരു വിജയത്തിലേക്ക് നയിക്കാൻ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണമെന്നും ഹിന്ദു തത്വശാസ്ത്രം പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, കർമ്മം ചെയ്യുക, എന്നാൽ ഫലത്തെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. ഫലം എന്താണെന്ന് ആലോചിക്കാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. പിന്നെ രണ്ടാമത്, എന്ത് വന്നാലും ദൈവത്തിൽ ഉറച്ച വിശ്വാസം കൈവിടാതിരിക്കണം. എന്ത് വന്നാലും ദൈവത്തിൻ്റെ ഈശ്വര പ്രസാദം എന്നുള്ള രീതിയിൽ തന്നെ അത് നമ്മൾ വിശ്വസിക്കണം. ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ധ്യാനം ചെയ്യണം. പിന്നെ ധ്യാനം ചെയ്യുന്ന പറഞ്ഞാൽ ധ്യാനം പരിശീലിക്കണം. അതായത് നമ്മൾ പൂജാമുറിയിലോ ഒക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തിന് മാത്രം ചിന്തിച്ച് കണ്ണടച്ചിരിക്കുന്നത് ധ്യാനം തന്നെയാണ്. ആദ്യമൊക്കെ അതങ്ങനെ ചെയ്താൽ മതി, പിന്നെ അതൊക്കെ പതുക്കെ കൊണ്ട് ആ ധ്യാനം അത് നല്ല രീതിയിലായിക്കോളും. പിന്നെ നമ്മുടെ വരുമാനത്തിനകത്ത് നിന്ന് വേണം ജീവിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വരുമാനത്തിനകത്ത് നിന്ന് വേണം ജീവിക്കാൻ. എന്നാൽ ആ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സമ്പാദിക്കുകയും വേണം, എന്നാൽ കഴിയുന്നത് പോലെ ദാനം ചെയ്യണം. പിന്നെ ലഹരികളൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കണമെന്നാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. പിന്നെ മറ്റുള്ളവരെയോ പ്രകൃതിയെയോ നമ്മൾ ഉപദ്രവിക്കാതെ ജീവിക്കണം. അതും ഒരു പിന്നെ ഹിന്ദു തത്വശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ജീവിതത്തിനെ. ആദ്യത്തെ പകുതിയിൽ വിദ്യാഭ്യാസം, കുടുംബം, സമ്പത്ത്, പ്രശസ്തി ഇവ ധർമ്മമാർഗത്തിലൂടെ കൈവരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. വിദ്യാഭ്യാസം, കുടുംബം, സമ്പത്ത്, പ്രശസ്തി ഇവ ധർമ്മമാർഗത്തിലൂടെ നമ്മൾ കൈവരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിന് ഒരു ഗണേശ മന്ത്രം കൂടെ വേദങ്ങളിലും ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് ഗണപതി ഗായത്രി എന്ന് പറയുന്ന മന്ത്രമാണ്. ഞാനത് ചൊല്ലുന്ന ആളാണ്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇതാണ് ഗണപതി ഗായത്രി. അപ്പം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഏകദന്തൻ എന്ന് പറഞ്ഞാൽ മഹാഗണപതി ഭഗവാനാണല്ലോ. ഇത് ഈ ഗണേശ ഗായത്രി മന്ത്രം ഒരു ദിവസം ചൊല്ലിയാൽ, അതായത് ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി. അങ്ങനെ നമുക്ക് പറ്റുന്ന ദിവസങ്ങൾ, സ്ത്രീകൾ ഈ പീരീഡ് ടൈമിൽ ചൊല്ലരുത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഡയമണ്ട് പോലെയാണ് നമ്മുടെ മനസ്സ്. അപ്പം ആ ഡയമണ്ടിനെ നമ്മൾ ഉരച്ച് പിന്നെ ഇത് ഭംഗി വരുത്തുന്ന പോലെയാണ് ഓരോ ദിവസവും ഈ ഗണപതി ഗായത്രി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രകാശം കൂടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ 2ാമത്തെ പകുതിയിൽ ജീവിതം അതുകൊണ്ട് അത് ശരിയായിട്ട് കാണിച്ചു തരികയും ചെയ്യും. ആദ്യത്തെ പകുതിയിൽ നമ്മളിങ്ങനെ ഗണപതി ഗായത്രിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ 2ാമത്തെ പകുതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരുത്തുകയുള്ളൂ. ഇതാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. ഇനി വിശുദ്ധ ബൈബിൾ പറയുന്നതും കൂടെ നോക്കാം. അത് ഈ പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കണം. അതൊരു കാര്യം. പിന്നെ ദൈവകൽപ്പനകൾ, 10 കൽപ്പനകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. അപ്പോൾ അത് 10 കൽപ്പനകൾ അനുസരിക്കണം. പിന്നെ ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ, അതായത് പള്ളികളിലൊക്കെ ചെന്നിട്ട്
നമ്മളവിടെ കിടന്ന് അടിച്ച് പൊളിക്കാനൊന്നുമല്ല. നമ്മുടെ പിന്നെ നമ്മുടെ പള്ളികളിൽ നമ്മളെപ്പോഴും ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവിടെ നിൽക്കുമ്പോൾ നമ്മൾ സന്തോഷം, പിന്നെ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നത് പോലെ സന്തോഷവും കൂടെ നമ്മൾ അനുഭവിക്കണം, കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ബൈബിളും പറയുന്നത്. അതായത് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്ന പോലെ ഹിന്ദു ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നല്ലോ, ആ പള്ളിയിൽ ചെന്നിട്ട് നമ്മൾ ആ ദൈവ സാമീപ്യത്തിൽ പിന്നെ സന്തോഷിക്കുകയും പിന്നെ അവിടെ നമ്മൾ നമ്മുടെ ഒരു മനസ്സ് ദൈവത്തിലേക്ക് അർപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. ആരാണോ അല്ലാഹുവിനെയും പ്രവാചകന്മാരെയും പേടിക്കുകയും ദൈവത്തെ ഓർത്ത് ജീവിക്കുകയും ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും വിജയകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലും പറയുന്നത്. അതായത് മാന്യമായുള്ള പെരുമാറ്റം. നമ്മൾ അല്ലാഹു പറയുന്നത് നിങ്ങൾ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം, ശുഭാപ്തി വിശ്വാസം വേണം നിങ്ങൾക്ക്, പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കഴിയുന്നത്ര മനസ്സിലാക്കാനും ശ്രമിക്കണം, പിന്നെ സ്വാർത്ഥതയില്ലാതെ പെരുമാറുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറയുന്നുണ്ട്. നല്ലൊരു ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു, അതായത് ദൈവത്തിനെ പേടി വേണമല്ലോ, എങ്കിലെല്ലാം നമ്മൾ ദൈവത്തെ പേടിച്ചെങ്കിലേ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ ഖുർആനും പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈശ്വര ഭയത്തോടു കൂടി വേണം, അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം, എങ്കിലേ നിങ്ങൾ അത് പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനിലും അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും എല്ലാ മതങ്ങളും നമ്മുടെ നല്ല പ്രവർത്തികളാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത് നല്ല ധർമ്മത്തിൽ, ഹിന്ദു ശാസ്ത്രത്തിൽ പറയുന്നത് ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തി, പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ 10 കൽപ്പനകളുള്ള കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ വിവേകാനന്ദ സ്വാമികളുടെ ഗുരു ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ ചോദിച്ചായിരുന്നു, എന്താണ് നമ്മുടെ വിജയകരമായിട്ടുള്ള ജീവിതത്തിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പം പറഞ്ഞ മറുപടിയാണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത്. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് ഇങ്ങനെ: നമ്മൾ ഭൂതകാലത്തെ ഓർത്ത് ദുഃഖിച്ച് സമയം കളയരുത്. ഭൂതകാലത്ത് നമുക്ക് ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്തു കാണുമായിരിക്കും, അതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്ന അർത്ഥം. പിന്നെ ചെയ്യണമെന്നല്ല, ഭൂതകാലത്തിനെപ്പറ്റി നമ്മൾ പിന്നെ വറീ ചെയ്യേണ്ട, അതായത് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ വർത്തമാനകാലത്തിനെ ആത്മവിശ്വാസത്തോടെ നേരിടണം. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം പഴയ കാര്യങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദുഃഖിച്ച് സമയം കളയണ്ട. വർത്തമാനകാലത്ത് പ്രസൻറ്റ്, അതായത് ഇപ്പോഴത്തെ സമയം നമ്മൾ ആത്മവിശ്വാസത്തോടെ നേരിടണം. പിന്നെ ഭാവി കാലത്തെ പറ്റിയാണെങ്കിലോ അത് പേടിക്കാതെ, ഭാവിയെപ്പറ്റി ഒന്നും പേടിക്കാതെ തന്നെ ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ നമ്മുടെ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.